കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേച്ചി അവർക്ക് സെമസ്റ്റർ ഫീസ് അടയ്ക്കാൻ പറ്റുമോ, പാർട്ട് ടൈം ചെയ്തിട്ട് സെമസ്റ്റർ ഫീസ് പകുതിയെങ്കിലും സെമസ്റ്റർ ഫീസ് അടയ്ക്കാൻ പറ്റുമെന്നോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ എനിക്ക് തരണമെന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിവിടെ ഭയങ്കര വലിയ സാലറി കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്ന സാലറി ഒരു മാക്സിമം, ഞാൻ പറയുന്നത് മാക്സിമമാണ് 35,000. 35,000 കിട്ടുന്ന ഭയങ്കര ഹൈ ആണെന്നേ എൻ്റെ ഒരു ഇതിൽ ഉള്ളൂ. കിട്ടി 35,000 രൂപ ഒരു മാസം കിട്ടി നോക്കുക. അതിൽ നമ്മുടെ ഇവിടുത്തെ മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയുന്നത് 30,000 രൂപയാണ്. ഇപ്പം ഓക്കെ, ഒരു 25,000 രൂപ ഏറ്റവും ഡൗൺ ആക്കി ഞാൻ 25,000 രൂപ പറയാം. അതായത് നിങ്ങളിപ്പോൾ ഒരു $500 ഉള്ള ഒരു റെൻറ്റഡ് അപ്പാർട്ട്മെൻറ്റിൽ 4 പേര് ഷെയർ ചെയ്ത് അതിലെ യൂട്ടിലിറ്റി, അതിലെ ഫുഡ്, ഗ്രോസറി എല്ലാം കൂടി നിങ്ങൾക്കൊരു $230 ഒക്കെ ആവുന്നു. അതായത് ഒരു 23,000 25,000 രൂപയൊക്കെ ആവുന്നു. ബാക്കി നിങ്ങളുടെ കയ്യിൽ ഒരു മാസം കിട്ടുന്ന 10,000 രൂപയാണ്. പക്ഷേ ഈ 10,000 രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ ഭയങ്കര എക്സ്ട്രീമായി കിട്ടുന്നത്. ഈ 10,000 രൂപയ്ക്ക് നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ചീപ്പാണ്, എന്നാലും നമുക്ക് ട്രാൻസ്പോർട്ടേഷന് പൈസ വേണമല്ലോ കേട്ടോ. പിന്നെ നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ എക്സ്പെൻസ്, അപ്പോൾ നിങ്ങൾ കുറച്ച് ഈറ്റിംഗ് ഔട്ട്, എന്തെങ്കിലും അല്ലാതെ ഷോപ്പിങ്ങിന് നിങ്ങൾ ചെയ്യും, അതിനൊക്കെ പൈസയാവും. പിന്നെ മൊബൈൽ റീചാർജ് ചെയ്യാൻ അതിനൊക്കെ കുറച്ച് പൈസയാവും. ഇത്തിരി പൈസ അല്ലെങ്കിൽ കുറച്ച് പൈസ കൂടി കൂടുമ്പോൾ എന്തായാലും ഒരു വലിയ പൈസ ആവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ഒരു 5,000 രൂപ അല്ലെങ്കിൽ ഒരു 6,000 രൂപ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചു ഒരു മാസം. ഇത് എത്ര മാസം കൂട്ടിയാലാണ് നിങ്ങളുടെ സെമസ്റ്റർ ഫീസിൻ്റെ പകുതിയാവുന്നത്? ഇപ്പോൾ MBBS എടുക്കുവാണെങ്കിൽ MBBSൻ്റെ ഒരു സെമസ്റ്ററിലെ ഫീസ് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയൊക്കെയാവും. ഇപ്പോൾ അത് നഴ്സിംഗിൽ എടുക്കുവാണെങ്കിൽ അതൊരു 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപയാക്കും. നിങ്ങളപ്പോൾ ഇത് 6 മാസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും അടയ്ക്കണം. അപ്പോൾ നിങ്ങൾ ഈ 6 മാസം ഇങ്ങനെ 5,000 കൂട്ടി പോലും അതിൻ്റെ പകുതി പോലും എത്തത്തില്ല. ഞാൻ പറയുന്നത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി എക്സ്പെൻസ് കവർ ചെയ്യാൻ പറ്റും, ഫീസിന് നിങ്ങൾ വേറെ എന്തെങ്കിലും സംഭവം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന പൈസ അതേപോലെ എടുത്ത് നിങ്ങൾ ഫീസിന് മാറ്റി വെച്ചിട്ട് മന്ത്ലി എക്സ്പെൻസ് വീട്ടിൽ നയിച്ചു തരാൻ പറയണം. ഇത് രണ്ടും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഇതിന് രണ്ടിനും കൂടി പാർട്ട് ടൈം ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾക്ക് പൈസ കിട്ടാൻ പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും ഇല്ല. കാരണം സെമസ്റ്റർ 6 മാസം കൂടുമ്പോൾ എന്തായാലും ഫീസ് അടയ്ക്കണം. ഈ 6 മാസത്തെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല.